ഗുഡ് മോർണിംഗ് ടു മൈ ഡിയർ ചിൽഡ്രൻ. നമ്മുടെ അടുത്ത ചാപ്റ്ററിൻ്റെ പേരാണ് ഭിക്ഷുക്. മോഡേൺ കവിതയാണ്. സൂര്യകാന്ത് ത്രിപാഠി നിരാല. ഛായാവാദിലെ അടുത്ത വ്യക്തിയാണ് സൂര്യകാന്ത് ത്രിപാഠി നിരാല. सूर्यकांत त्रिपाठी निराला हिंदी कविता के छायावादी युग के प्रमुख कवियों में से थे. ഛായാവാദി യുഗത്തിലെ കവികളിൽ പ്രമുഖനാണ് നിരാലാജി. ഹിന്ദി साहित्य के सर्वाधिक चर्चित साहित्यकारों में से एक सूर्यकांत त्रिपाठी निराला का जन्म 11 जनवरी 1896 ईस्वी को पश्चिम बंगाल के मेदिनीपुर जिले के महिषादल में हुआ था. അപ്പോൾ ഹിന്ദി സാഹിത്യത്തിലെ പ്രമുഖരായ സാഹിത്യകാരന്മാരിൽ സൂര്യകാന്ത് ത്രിപാഠി പ്രമുഖനാണ്. അദ്ദേഹം ജനിച്ചത് 1896 ജനുവരി 11 പശ്ചിം ബംഗാൾ കെ മേദിനിപൂർ ജില്ലയ്ക്ക് महिषादल में हुआ था. പശ്ചിമ ബംഗാളിലെ മേദിനിപൂർ ജില്ലയിലെ महिषादल എന്ന് പറയുന്ന സ്ഥലത്താണ് നിരാലാജി ജനിച്ചത്. വേ जयशंकर प्रसाद और महादेवी वर्मा के साथ हिंदी साहित्य में छायावाद के प्रमुख स्तंभ माने जाते हैं. ओके, അപ്പോൾ പ്രസാദ് ജി മഹാദേവി വർമ്മയോടൊപ്പം ഛായാവാദത്തിലെ പ്രമുഖനായ ഒരു വ്യക്തിയാണ് ആര്? നമ്മുടെ നിരാലാജി. उन्होंने कहानियाँ उपन्यास और निबंध भी लिखे हैं, किंतु उनकी ख्याति विशेष रूप से कविता के कारण ही है. അദ്ദേഹം കഥകളും നോവലുകളും എസ്സേസും നിബന്ധങ്ങളും ഒക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ഇമ്പോർട്ടൻസ്, അദ്ദേഹത്തിന് പ്രശസ്തി ലഭിച്ചത് കവിതയുടെ മാധ്യമത്തിലൂടെയാണ്. 15 अक्टूबर 1961 को इलाहाबाद में उनका निधन हुआ. എന്നാൽ 15 ഒക്ടോബർ 1961 ഇലഹബാദിൽ അദ്ദേഹം നിര്യാതനായി. അദ്ദേഹത്തിൻ്റെ പ്രമുഖ കവിതകൾ ഏതൊക്കെയാണ്? കാവ്യസംഗ്രഹങ്ങൾ പരിമൽ ഗീതിക, ദ്വിതി, അനാമിക, തുളസീദാസ്, കുക്കുർമുത്ത, അണിമ, ബേല, നയേപ്പത്തെ, അർച്ചന, ആരാധന, ഗീത് കുഞ്ച്, സാന്ധ്യ കാക്കളി. ഇത് ഓൺവേർഡ് ചോദിക്കാനൊക്കെ ചാൻസ് ഉള്ളതാണ്. നന്നായിട്ട് ശ്രദ്ധിച്ച് നോക്കുക. ഇനി ഭിക്ഷുകിൻ്റെ നമ്മുടെ നോട്ടിൽ ആദ്യത്തെ സ്റ്റാൻസയുടെ എക്സ്പ്ലനേഷനാണ്. സ്റ്റാൻസ വായിക്കണോ ടീച്ചർ? വഹ് ആത്ത ദോ ठूक कलेजे के करता पछताता पद पर आता, पेड़ पीठ दोनों मिलकर हैं एक, चल रहा लकुटिया टेक, मुट्ठी भर दाने को भूख मिटाने को, मुँह भड़ी पुरानी चोली का फैलता, दो ठूक कलेजे के करता पछताता पद पर आता. എന്താണ്? प्रस्तुत कविता में कवि निराला जी ने कहा है कि एक भिखारी को जब वे भीख मांगते देखता है तो उसकी दीनहीन दशा को देखकर उनके कलेजे के टुकड़े टुकड़े हो जाते हैं. അല്ലേ? നമ്മുടെ നിരാലാജി ഒരു ഭിക്ഷക്കാരനെ കണ്ടപ്പോൾ, ഒരു ഭിക്ഷക്കാരൻ ഭിക്ഷ യാചിക്കുന്നത് കണ്ടപ്പോൾ, അദ്ദേഹത്തിൻ്റെ ദയനീയമായ അവസ്ഥ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയം പൊട്ടിപ്പോയി. അല്ലേ? ഉസ്കോ അപ്നി ദീൻഹീൻ അവസ്ഥ പർ പശ്ചാത്താപാത്ത. ആ ഭിക്ഷക്കാരൻ്റെ ദയനീയ അവസ്ഥ കണ്ടപ്പോൾ നമ്മുടെ നിരാലാജിയുടെ ഹൃദയങ്ങൾ പീസായിപ്പോയി. അല്ലേ? അദ്ദേഹത്തിന് ദുഃഖം സഹിക്ക വയ്യാതെ ആയിപ്പോയി. വോ ലാട്ടി കെ സഹാരെ ധീരെ ധീരെ ചൽത്താ ഹെ. നമ്മുടെ ഭിക്ഷക്കാരൻ ഒരു വടിയുടെ സഹായത്താൽ പതിയെ പതിയെ നടക്കുന്നു. ഉസ്കി പീട്ട് ഓർ പേട്ട് എക്സാ ഹോ ഗയാ ഹെ. അദ്ദേഹത്തിൻ്റെ വയറുകളും മുതുവും ഒന്നുപോലെ ഇരിക്കുന്നു. മീൻസ് അത്രയ്ക്ക് ശോഷിച്ച് ഒട്ടി വലിഞ്ഞ വയറുമായിട്ട് നടക്കുകയാണ്. അർത്ഥാത് കൈ ദിനോസേ ഭൂഖ് ഹേ. അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലായി അദ്ദേഹം ഒരുപാട് നാളായി ആഹാരം കഴിച്ചിട്ട്. ധോടേസേ ഭോജൻ കേലിയെ വഹ് തടപ്പ് രഹാ ഹെ. കുറച്ച് ആഹാരം കിട്ടുന്നതിന് വേണ്ടി അദ്ദേഹം ഇങ്ങനെ വിറച്ച് നിൽക്കുകയാണ്. ഉസ്കെ ഹാത്ത് മേ ഏക് ഭടി പുരാനി ചോലി ഹെ. അദ്ദേഹത്തിൻ്റെ കൈകളിൽ വളരെ വൃത്തികെട്ട കീറിപ്പഴകിയ ഒരു സഞ്ചിയുണ്ട്. ജിസേ വഹ് സബ്കെ സാമനെ ഫൈലാത്താ ഹുവ ഭീക്ക് മാങ് രഹാ ഹെ. അത് മറ്റുള്ളവരെ മുന്നിൽ കാണിച്ചുകൊണ്ട് അദ്ദേഹം ഭിക്ഷ യാചിക്കുകയാണ്. താക്കി വഹ് അപ്നാ പേട് ഭർ സക്കെ. യേ ദേഖ്കർ കവി കാ ഹൃദയ ചീർ ചീർ ഹോ ജാത്ത ഹെ. അല്ലേ? വയറിൽ കൈവച്ച് അല്ലെങ്കിൽ വയറ് തടിച്ചുകൊണ്ട് അദ്ദേഹം ഭിക്ഷ യാചിക്കുന്ന കണ്ടപ്പോൾ നമ്മുടെ നിരാലാജിയുടെ ഹൃദയം, നമ്മുടെ മനസ്സും അലിഞ്ഞു പോകില്ല ഇങ്ങനെ കാണുമ്പോൾ. ഹൃദയം പൊട്ടിപ്പൊളിഞ്ഞു പോയി. യഹ് ദരിദ്രതാക്കോ ദേഖ്കർ പശ്ചാത്താരത. ഈ ദരിദ്രം പിടിച്ച അവസ്ഥ കണ്ടപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ഹൃദയം പശ്ചാത്തപിച്ചു. ഓക്കെ, അപ്പം നമുക്കും ഭിക്ഷക്കാരെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ സഹാനുഭൂതി, സ്നേഹ, ദയ, അനുകമ്പയൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടാകണം. നമുക്കങ്ങനെയൊക്കെ തോന്നി നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യണം എന്നാണ് നമ്മുടെ നിരാലാജി ഈ കവിതയിലൂടെ നമുക്ക് ആഹ്വാനം നൽകുന്നത്. ഓക്കെ,
साथ 2 बच्चे भी है सदा हाथ फैलाए बाएं से वे मलते हुए पेट को चलते और दाहिना दया दृष्टि पाने की ओर बढ़ाए। भूख से सुख ओट जब जाते दादा भाग्य विधाता से कर प्याते खूंड आंसुओं के पीकर रह जाते അല്ലേ. അപ്പോൾ കൂടെ റോഡിലൂടെ നടക്കുമ്പോൾ അദ്ദേഹത്തോടൊപ്പം 2 കുട്ടികൾ കൂടിയുണ്ട്. സടക്ക് पर चलते भिखारी के साथ उसके 2 बच्चे भी है वे अपने बाएं हाथ से അവരവരുടെ ഇടത് കൈ കൊണ്ട് ഭിക്ഷ യാചിക്കുകയും വലത് കൈ എന്ത് ചെയ്യാണ് അവിടെ വയറിലടിച്ച് അവർ എന്താണ് വിശപ്പിൻ്റെ വിളി അറിയിക്കുകയും ചെയ്യുകയാണ്. ഭൂക്ക് സെ ഹോൺ സൂക്ക് ഗയേ ഹെ തോ വേ അപ്നെ ആंसुओं को पीकर रह जाते हैं. വിശപ്പിൻ്റെ നിലവിളി വിശന്ന് അവർ അങ്ങേയറ്റം വിശന്നു തളർന്നു. അപ്പോൾ എന്ത് ചെയ്തു അവർ വിശന്ന് നിലവിളിച്ചുകൊണ്ട് കരഞ്ഞ് എന്ത് ചെയ്യണം, അവരെ കണ്ണുനീരാണ് അവർ കുടിക്കുന്നത്, വേറെ ഒന്നും അവർക്ക് കിട്ടാനില്ല. ऐसा लगता है मानो उन बच्चों की दशा को देखकर किसी को दया नहीं आती है. ഇങ്ങനെയുള്ള ഈ ഒട്ടി ഉണങ്ങിയ വയറും കണ്ണുനീർ ഒഴുകി കണ്ണുനീർ വറ്റി ഉള്ള കണ്ണുനീർ കുടിച്ച് കഴിയുന്ന കുഞ്ഞുങ്ങളെ കണ്ടിട്ട് പോലും ആർക്കും ദയ തോന്നുന്നില്ല. കിസിനെ ഉൻകോ ഖാനെ കെ ലിയെ കുച്ച് ഭി നഹീ ദേത്താ. ആരും എന്തെങ്കിലും കഴിക്കാൻ കൂടി അവർക്കൊന്നും കൊടുക്കുന്നില്ല. അതാ കവി ഉൻകി ദശാക്കോ ദേക്കർ ദ്രവിത് ഹോ ജാത്താ ഹെ. കുട്ടികളുടെ ഈ അവസ്ഥ കണ്ട് നമ്മുടെ കവി എന്താണ്, ഉരുകിപ്പോവുകയാണ്. അത്രയ്ക്ക് ദയനീയമായ അവസ്ഥയാണ്. चाट रहे जूठी पत्तल वे कभी सड़क पर खड़े हुए और झपट लेने को उनसे कुत्ते भी हैं अड़े हैं. ठहरो अहो मेरे हृदय में है अमृत में सींच दूंगा. अभिमन्यु जैसे हो सगोगो तुम तुम्हारे दुख में अपने हृदय में खींच लूँगा. അപ്പോൾ വിശപ്പിൻ്റെ വിളിയാൽ ആ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യാണ്, ഭൂക്ക് സേ വ്യാകുൽ ഭിഖാരി और उसके दोनों बच्चे जब मार्ग से गुजरते हैं. വിശപ്പ് കൊണ്ട് സഹിക്കാൻ വയ്യാതെ വിശപ്പിൻ്റെ നിലവിളിയും ചെയ്തുകൊണ്ട് ഭിക്ഷക്കാരനും അദ്ദേഹത്തിൻ്റെ മക്കളും റോഡിലൂടെ നടക്കുമ്പോൾ അവരെന്താണ് കാണുന്നത്, സടക്ക് കെ കിനാരെ ചൂട്ടി പത്തലോങ്കോ ദേക്കർ അല്ലേ, എച്ചിൽ ചോറ് എച്ചിൽ പൊതി കാത്തിരിക്കുകയാണ്. എന്താണ്, और वे अपनी भूख मिटाने के लिए सड़क पर पड़े हुए उन्हीं चूटी पत्तलों को चाटते हैं. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ പുറത്തേക്ക് വലിച്ചെറിയുന്ന ആ എച്ചിൽ പൊതി തുറന്ന് അതിൽ നിന്ന് കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അത് കഴിക്കാൻ വേറെ ആരുണ്ട്, वे भी गली के कुत्तों के साथ चूटी पत्तलों को चाटने के लिए लड़ने लगते हैं. അല്ലേ, വലിച്ചെറിയുന്ന പൊതി വേസ്റ്റ് കഴിക്കാൻ വേണ്ടി അവിടെ സ്ട്രീറ്റ് ഡോഗ്സ് ഉണ്ട്, തെരുവ് നായ്ക്കളുണ്ട്. അവരോടൊപ്പം ഈ കുഞ്ഞുങ്ങളും മത്സരിച്ച് വേണം കഴിക്കാൻ. ഒന്നുകിൽ പട്ടി എടുത്തിട്ട് പോകും, അല്ലെങ്കിൽ നമുക്ക് കിട്ടും. അങ്ങനെയുള്ള ചിന്തയോടുകൂടി വേസ്റ്റ് പൊതിയും കാത്ത് അവർ നിൽക്കുകയാണ്. കവി യഹ് ദേക്കർ ദ്രവിത് ഹോ ജാത്താ ഹൈ. ഇത് കാണുമ്പോൾ കവി വീണ്ടും ദയനീയനാവുകയാണ്. കവി കാ ഹൃദയ ഇസ് ബാത് കെ ലിയെ ചിന്തിത് ഹോ ജാത്താ ഹെ. അത് കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ ഹൃദയം അദ്ദേഹം ചിന്തിക്കുകയാണ്. വ ദുഃഖ് ദർദ് കോ ബാണ്ടേങ്കെ ഇൻകാ ദർദ് ദൂർ കരേഗ. ഇവരുടെ ദുഃഖം നമ്മുടെ ദുഃഖമായിട്ട് മാറ്റാൻ കഴിയുമോ, ഇവരുടെ ദുഃഖം ദൂരേക്ക് മാറ്റിക്കൊടുക്കാൻ കഴിയുമോ. ഭിക്ഷുക് കവിത കാ കേന്ദ്രീയ ഭാവ് യാ മൂൽ ഭാവ് ക്യാ ഹെ, മഹാപ്രാൺ നിരാലാജി ദ്വാര ലിഖി ഗയി ഹെ. ഇതിൻ്റെ അടിസ്ഥാന തത്വം നമ്മൾ പഠിച്ചു, നമ്മൾ എഴുതി കഴിഞ്ഞു അല്ലേ. ദുഃഖം കൊണ്ട് ഇല്ലാതാവുകയാണ് ഭിക്ഷ യാചിക്കുന്ന ഒരു അച്ഛനും തൻ്റെ മക്കളുകളും. प्रस्तुत कविता में कवि एक भिखारी और उसके 2 बच्चों की दयनीय अवस्था का वर्णन किया है. भिखारी के पेट और पीठ ഭുക്കുമരി के कारण एक हो गए हैं. വിശപ്പിൻ്റെ വിളി കൊണ്ട് അദ്ദേഹത്തിൻ്റെ വയറും മുതുവും എല്ലാം ഒന്നായി എന്നാണ്. വേ അപ്നി ഭൂക്ക് മിഠാനെ കെ ലിയെ ഭീക്ക് മാങ്കത്തെ രഹത്തെ ഹേ. അവരുടെ വിശപ്പ് അകറ്റാൻ വേണ്ടി അവരിങ്ങനെ ഭിക്ഷ അയച്ച് നടക്കുകയാണ്. സടക്ക് പർ ചലത്തെ ഹുയെ ചൂട്ടി പത്തലോം കോ ചാട്ട് രഹേ ഹേ. വഴിയിൽ ആൾക്കാർ എറിയുന്ന പൊതി ചോറുകളുടെ വേസ്റ്റും ഒക്കെ തപ്പി നടക്കുകയാണ്. ജിസ്കെ ലിയെ ഉന്നെ കുത്തോ സേ ഭി ലഡന പട് രഹാ ഹെ. പട്ടികളുമായിട്ട് വരെ യുദ്ധം ചെയ്യേണ്ട സ്ഥിതിയാണ്. ഭിക്ഷു की दीनता को देखकर कवि उनके प्रति अपनी सहानुभूति प्रकट करता है. അല്ലേ, ഭിക്ഷുവിൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട് കവിക്ക് സഹാനുഭൂതി മാത്രമേ അവരോട് പ്രകടിപ്പിക്കാൻ കഴിയുന്നുള്ളൂ അല്ലേ. അപ്പം നമ്മളും എന്ത് ചെയ്യുക, നമ്മളും പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ എതിർച്ച അല്ലെങ്കിൽ നമ്മൾ എല്ലാം കാണുന്നു അല്ലേ, ഭിക്ഷക്കാരെ നമ്മൾ കാണുന്നുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ അവരെ സഹായിക്കുക. പക്ഷേ ഇന്നത്തെ കുഞ്ഞുങ്ങൾ പല ഏജൻസികളും ഉള്ളതാണ്. അവർക്ക് നമ്മൾ ഫുഡ് വാങ്ങിച്ചു കൊടുത്താൽ അവർ കഴിക്കില്ല. അവർക്ക് മണി മതി, മണി ദേ നീഡ് മണി ഓൺലി. എന്താണ്, അവർക്ക് ഏജൻസി ഉണ്ട്, അവർക്ക് ആ പൈസ കൊണ്ട് അവരെ
ഏൽപ്പിക്കണം. മനസ്സിലായോ? അപ്പം നമുക്ക് എന്ത് ചെയ്യുക, നിർധനരായ വ്യക്തികളെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ സഹാനുഭൂതി ഉണ്ടാകണം, നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ അവരെ സഹായിക്കണം. ഇങ്ങനെയാണ് കവി ഈ കവിതയിലൂടെ നമുക്ക് ആഹ്വാനം നൽകുന്നത്. ഓക്കെ, താങ്ക് യു മൈ ഡിയർ ചിൽഡ്രൻ. ഐ ആം ദിവ്യ സജിത്ത്.